സഞ്ജയ് പത്തായി. അപ്പൊ എല്ലാവർക്കും ഒരു സുപ്രഭാതം നേരുന്നു. ഇന്ന് നമ്മളുടെ ബിനോയ് സാറാണ്. ബിനോയ് സാറ് കുറെ ദിവസങ്ങൾക്ക് കുറെ കാലത്തിന് ശേഷമാണ് നമ്മളുടെ ലൈഫ് ടെക്കിലേക്ക് വരുന്നത്. വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് സാറ് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സാറിനെ ഞാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ കൃത്യമായി സ്വാഗതം ചെയ്തു. സാറിന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിനോയ് ജോർജ്. ഞാൻ ഏതാണ്ട് 2019 മുതൽ ലൈഫ് ടെക്കിന്റെ ആരംഭം മുതൽ ലൈഫ് ടെക്കിന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് കോവിഡ് കാലഘട്ടത്തിൽ ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്ത് നമുക്കൊന്നും ക്ലാസ് എടുക്കാൻ അറിയത്തില്ല, ഓൺലൈൻ എന്താണെന്ന് അറിയത്തില്ല, സൂം എന്താണെന്ന് അറിയത്തില്ല, ഗൂഗിൾ മീറ്റ് എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, ഇങ്ങനെ ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അന്ന് ലേൺ ടെക് എന്നായിരുന്നു എൻ്റെ പേര്. അഭിലാഷ് സാറ്, അനീഷ് സാറ്, ഹരിസാർ എൻ്റെ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നീട് ലൈഫ് ടെക് വെച്ചാൽ വീണ്ടും കണ്ടത്. ഓക്കെ, അന്നത്തെ കാലത്ത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഈ ലൈഫ് ടെക്. അങ്ങനെയാണ് ഞാൻ ഈ പവർ പോയിന്റ് ഉണ്ടാക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചത് ലൈഫ് ടെക്കിൽ നിന്നാണ്. അത് ആ ബന്ധം 2023 വരെ റെഗുലർ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ട്രെയിനർ ബാച്ചിലെ ഏത് ബാച്ചാന്ന് തന്നെ ഇപ്പൊ മറന്നുപോയി, 2ഓ 3ഓ ഏതോ 3ആം ബാച്ചിലെ അംഗമായിരുന്നു. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുമായിരുന്നു. വളരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളുടെ കരിയറിലാണേലും വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ ലൈഫ് ടെക് സഹായിച്ചിട്ടുണ്ട്. അത് നന്ദിയോടെ സ്മരിക്കുന്നു. പിന്നെ ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ്, കൊമേഴ്സ് അധ്യാപകനാണ്. 2001 മുതൽ തൊടുപുഴ MKN കുമാരമംഗലത്താണ് MKN ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ വന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു, തുളസി മാമിന്റെ ഒന്ന് ഡിലീറ്റ് ചെയ്തേക്കാന്ന്. ഞാൻ പറഞ്ഞു ഞാനൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, അങ്ങനെ എന്തോ മാറിപ്പോയതാണ്. ടീച്ചറിന് വേറൊരു ബിനോയ് സാറിനെ വിളിച്ചായിരുന്നു. എന്താണേലും അതാണ് ഇന്നത്തെ ഇപ്പൊ ക്ലാസ് എടുക്കാൻ നിമിത്തമായത്. സാറേ എന്നാ ഒരു ക്ലാസ് എടുക്കാവോ എന്ന് ചോദിച്ചു. ഞാനന്ന് എടുക്കാനിരുന്ന ടോപ്പിക്കൊക്കെ വേറെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഉള്ള ഒരു സിറ്റുവേഷൻ വെച്ചാണ് ഇപ്പോൾ ഇതിലേക്ക് മാറിയത്. നമുക്കൊരു നല്ല മനുഷ്യരാകാം, ലെറ്റ്സ് ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്. ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്. കാരണം പലരും നല്ല മനുഷ്യനാണോ അല്ലയോ എന്ന് വിലയിരുത്തപ്പെടുന്നത് പലപ്പോഴും മരണശേഷമാണ്. മരിച്ചു കിടക്കുമ്പോൾ പറയും നല്ലൊരു മനുഷ്യനായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനും കാരണമായത്. അത് വഴിയെ പറയാം. ഓക്കെ, നേരം നമ്മൾക്ക് തന്നെ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പോയിന്റ് അധികം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകില്ല, കാരണം അത് കഴിഞ്ഞും കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട്. ഓക്കെ, അന്നേരം നമ്മൾ സ്വയം നമുക്കൊന്ന് വിലയിരുത്താം, നമ്മൾ നല്ലൊരു മനുഷ്യനാണോ എന്ന്. ഈ ഒരു ടോപ്പിക്കിൽ കൂടെ നോക്കുമ്പോൾ ശരിയാവോ തെറ്റോ, നമ്മളെ സംബന്ധിച്ചത് ശരിയോ തെറ്റോ എന്ന് നോക്കാം. ആരാണ് നല്ലൊരു മനുഷ്യൻ? പല മേഖലയിലുള്ളവരുണ്ട്. കുട്ടിയാകാം, മുതിർന്നവരാകാം, പല മേഖലയിലുള്ള നമ്മൾക്ക് പല കാലഘട്ടത്തിൽ കൂടെ പോകുന്നവരായിരിക്കും. ഈ സെക്ഷനിൽ നമ്മൾ നല്ലൊരു മനുഷ്യനാണോ എന്ന് നോക്കാം. അന്നേരം ഇന്നലെ തന്നെ ഞാൻ പലരുമായിട്ട് ഈ ഒരു നല്ല മനുഷ്യൻ ആരായിരിക്കണം എന്നുള്ള രീതിയിൽ ഇന്നലെ തന്നെ ഞാൻ പലരോട് ചോദിച്ചായിരുന്നു. അന്നേരം ചിലര് പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നവർ. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം എൻ്റെ അടുത്ത് പറഞ്ഞു. തൊടുപുഴ മദർ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന ഒരു അനാഥാലയമുണ്ട്. അവിടെ ആയിരക്കണക്കിന് കുട്ടികളെ അനാഥരായവരെ സഹായിക്കുന്ന, അവരെ വളർത്തി അവരെ വല്ല നിലയിലേക്ക്, അവരുടെ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരെ നടത്തി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണത്. അന്നേരം അവിടുത്തെ ജോഷ് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് പറഞ്ഞ ഒരു കാര്യമാണ് നല്ല മനുഷ്യരാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നത്. അതെങ്ങനെയാണ്, അതിനൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തൊടുപുഴയുള്ള ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറുടെ അടുത്ത് എല്ലാ വർഷവും അവിടെ ഒരു 10-40 കുട്ടികളെങ്കിലും കാണും കുറഞ്ഞത്, യൂണിഫോം ആവശ്യമുള്ളവർ. നേരെ യൂണിഫോമിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ചെല്ലും. അവിടുത്തെ ഡോക്ടറോട് ചോദിക്കും. ഡോക്ടർ അന്നേരം അതിന് കൊടുക്കുന്ന മറുപടിയാണ്, ജോഷി ഞാൻ ഈ വർഷം തന്നു, ഓക്കെ, അടുത്ത വർഷം എന്നെ ഈ സമയം ഓർമ്മിപ്പിച്ചേക്കണം. നമ്മളിൽ പലരുടെ അടുത്തും ഒരു സഹായത്തിന് ചെല്ലുമ്പോൾ കൈസയില്ല,
ടൈറ്റാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി മേലാൽ വരത്തില്ലാത്ത രീതിയിലായിരിക്കാം പലപ്പോഴും നമ്മൾ കൊടുത്തുവിടുന്നത്. പക്ഷേ ഇവിടെ ഇനിയും സ്വാതന്ത്ര്യത്തോടെ ചെന്ന് മേടിക്കാനുള്ള രീതിയിലാണ് ആ ഡോക്ടർ അവരെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ അടുത്ത വർഷം മറന്നുപോകും, പക്ഷെ എന്നെ ഓർമ്മിപ്പിക്കണം, ഞാൻ തരാം. അന്നേരം അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് മൈൻഡോടെ വേണം നമ്മൾ ആളുകളെ സഹായിക്കാൻ. അതാണ് പറഞ്ഞത്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നവർ. നമ്മൾ ആ രീതിയിലുള്ളവരാണോ എന്നൊന്ന് ചിന്തിക്കുക. 2, എല്ലാവരോടും ദയ കാണിക്കുന്നവർ. എല്ലാവരോടും ദയയും കരുണയും കാണിക്കുന്ന ആളാണ് നല്ല മനുഷ്യൻ. അവർക്ക് പരിസരത്തുള്ളവരെ സഹായിക്കാൻ സന്നദ്ധതയുണ്ട്. കാരണം നമ്മളുടെ മക്കൾക്ക് ചിലപ്പോൾ 40 ലക്ഷമോ 30 ലക്ഷമോ കൊടുത്ത് അഡ്മിഷൻ മേടിച്ചെടുക്കാൻ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. എന്നാൽ അടുത്തുള്ള ഒരാൾ വന്ന് 5000 രൂപ തരാമെന്ന് ചോദിച്ചാൽ കൊടുക്കാൻ നമ്മളുടെ ക്യാഷ് കാണില്ല. നേരം ദയ കാണിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ, അതിനുള്ള സന്നദ്ധതയുള്ളവർ, എല്ലാവരോടും സത്യസന്ധതയോടെ പെരുമാറുന്നവർ. ഉള്ളിലൊന്നും പുറത്ത് വേറൊന്നും വെച്ചാണോ നമ്മൾ പെരുമാറുന്നതെന്ന് ചിന്തിക്കുക. ഉള്ളിൽ ചിരിച്ചു കാണിക്കും, പുറത്ത് ഉള്ളിൽ എന്താ മറ്റെന്തെങ്കിലും വെച്ച് പുറത്ത് ചിരിച്ചു കാണിക്കുന്നവരാണോ നമ്മൾ? സത്യസന്ധരാണോ നമ്മുടെ പെരുമാറ്റത്തിലും എന്നൊന്ന് ചിന്തിക്കുക. ഒരു നല്ല മനുഷ്യൻ എപ്പോഴും സത്യസന്ധനും സുതാര്യവുമായിരിക്കും. അവർ കൃത്യമായി എന്താണെന്ന് പറയാൻ മടിക്കില്ല. അവർ മുഖത്ത് നോക്കി യഥാർത്ഥ കാര്യം പറയും. അതിൻ്റെ അകത്ത് വളച്ചുകെട്ടൊന്നുമില്ല, നേരിട്ടായിരിക്കും, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. അവർ സത്യസന്ധരായിരിക്കും നല്ല മനുഷ്യൻ. എല്ലാവരോടും സഹാനുഭൂതി കാണിക്കുന്നവർ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനും നല്ല മനുഷ്യന് കഴിയും. സഹാനുഭൂതി കാണിക്കാനുള്ള കഴിവ് അവരെ പ്രത്യേകമാക്കുന്നു. സഹാനുഭൂതി കാണിക്കണം. നമ്മൾ കാണിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചേക്കുക. എല്ലാവരോടും നീതി കാണിക്കുന്നവർ. അതായത് എല്ലാവരോടും തുല്യനീതി ആയിരിക്കും. പക്ഷപാതം ഉണ്ടാകില്ല. വലിയവനും ചെറിയവനെന്നോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരോടോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരോടും തുല്യമായ നീതി കാണിക്കുന്നവർ, എല്ലാവരോടും ആദരം കാണിക്കുന്നവർ, എല്ലാവരെയും ബഹുമാനിക്കുന്നവർ, മറ്റുള്ളവരുടെ വംശമോ മതമോ ഭാഷയോ സമൂഹമോ ഒന്നും നോക്കാതെ, അതിലൊന്നും പ്രത്യേക താല്പര്യം വെക്കാതെ, അതൊന്നും നോക്കിയല്ലാതെ ഫ്രീ ആയിട്ട് സഹായിക്കാൻ സന്നദ്ധതയുള്ളവർ. സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ സംഭാവന ചെയ്യുന്നവർ. നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ ഒരു ടീച്ചറാകാം, ഒരു ഉദ്യോഗസ്ഥനാകാം, മറ്റേതെങ്കിലും ഫീൽഡിലുള്ളവരായിരിക്കാം. ഏത് ഫീൽഡിലാണേലും ആ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ടോ, നമ്മൾ ചെയ്യാവുന്ന സംഭാവനകൾ ചെയ്തിട്ടുണ്ടോ എന്ന് വിലയിരുത്തുക. സഹായശീലം. അവർക്ക് അവരവരുടെ കഴിവ് പ്രകാരം മറ്റുള്ളവർക്കും സമൂഹത്തിനും സഹായം നൽകുന്നതിനും പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആ ഒരു മേഖലയിൽ സഹായശീലം. ഓക്കെ. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ആത്മാർത്ഥതയോടെ സങ്കടപ്പെടുന്നവർ. അതെയോ അവിടെ ഒരു കപടമുഖമാണോ നമുക്കൊന്ന് വിലയിരുത്തുക. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവർ. ചിലരുണ്ട്, എനിക്ക് ആ നേട്ടം ഉണ്ടായില്ലേലും വേണ്ടില്ല, അവനുണ്ടാകരുത്. അന്നേരം അസൂയ പാടില്ല. അസൂയയില്ലാത്തവരില്ലായിരിക്കാം, അതൊന്ന് ചിന്തിക്കുക. നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നവർ. എനിക്കെന്ത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില്ലാതെ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നവരാണോ നമ്മൾ? ഓക്കെ. പ്രകൃതിയോട് സ്നേഹം. നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിയോടും സ്നേഹം നമുക്കുണ്ടായിരിക്കണം. പരിസ്ഥിതി സംരക്ഷിക്കാനും പരിപാലിക്കാനും അവർ ശ്രദ്ധാലുവായിരിക്കും. അതും നല്ലൊരു മനുഷ്യന്റെ പ്രത്യേകതയാണ്. നല്ല മനുഷ്യർക്ക് എപ്പോഴും പ്രകൃതിയോട് സ്നേഹവും കരുതലും ഉണ്ടായിരിക്കും. ഓക്കെ. ശക്തമായ ധാർമ്മിക മൂല്യങ്ങൾ. നല്ല മനുഷ്യർ ആകർഷമായ പാരമ്പര്യവും മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്. അവർക്കൊരു സ്ഥിരതമായ ധാർമ്മിക ചട്ടം ഉണ്ടായിരിക്കും. അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. അതിൽ നിന്ന് അവർ വ്യതിചലിക്കില്ല. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ ഊർജം ആ മൂല്യങ്ങളായിരിക്കും, അല്ലാതെ എന്ത് നേട്ടം എന്ന് നോക്കി ആയിരിക്കുകയല്ല അവർ. ഓക്കെ. വിനയം. എല്ലാം കൊണ്ടും നമ്മുടെ പല ഭരണാധികാരികളും അല്ലെങ്കിൽ പല ഇപ്പൊ ഒരു സ്കൂളിലാണ് പ്രിൻസിപ്പൽ ആയിക്കോട്ടെ, നമ്മളുടെ മന്ത്രിമാരായിക്കോട്ടെ, ഏത് മേഖലയിലുള്ളവരും ചിലപ്പോൾ നല്ല കഴിവുണ്ടായിരിക്കും. പക്ഷെ അവരെ പറ്റി നമ്മൾ പറയുന്നത് അഹങ്കാരിയാണ്, വിനയമില്ല. നേരം വിനയമില്ലെങ്കിൽ ബാക്കി എല്ലാം തകർന്നു പോകും. നേരം വിനയം നല്ല മനുഷ്യന്റെ ഒരു മുഖമുദ്രയാണ്. ഓക്കെ. ഈ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന മനുഷ്യനെ ഒരാളെ ഞാൻ ചൂണ്ടിക്കാട്ടട്ടെ. എൻ്റെ ഫോട്ടോ അല്ലോ, നിങ്ങളുടെ ഫോട്ടോ ആരുടെയെങ്കിലും ഇവിടെ വെക്കണേൽ വെക്കാം. അതിനുള്ള ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു ആ ഫോട്ടോ വെക്കാം. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ള ഒരു തികഞ്ഞ മനുഷ്യൻ ആണോ നിങ്ങൾ? ഞാനല്ല.
എന്താണേലും അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തെ പറ്റിയാണ് ഇന്നൊന്ന് പറയുന്നത്. ജെയിംസ് വി ജോർജ് തേവര കോളേജിലെ പ്രൊഫസറായിരുന്നു, അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു, എൻ്റെ ഒരു സ്റ്റുഡൻറ്റുമായിരുന്നു. അദ്ദേഹം ഈ കഴിഞ്ഞ ബുധനാഴ്ച നമ്മളിൽ നിന്ന് വേർവിട്ടുപോയി. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു, അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ 2001 ആ ജോലിക്ക് പ്രവേശിച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ 2001 ഞാൻ ചെന്നപ്പോൾ അവൻ അവിടുത്തെ +1 വിദ്യാർത്ഥിയായി. പിന്നീട് അവിടുന്ന് 2003 പാസ് ഔട്ടായി. 2003 പാസ് ഔട്ടായി. അന്ന് നമ്മുടെ സ്കൂളിലെ ഏറ്റവും ഉയർന്ന സ്കോർ മേടിച്ചാണ് ആള് പാസ് ഔട്ടായത്. പിന്നീട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ BCom, അവിടെ തന്നെ MCom, പിന്നെ B.Ed. അത് കഴിഞ്ഞ് പല കോപ്പറേറ്റീവ് കോളേജിൽ പഠിപ്പിച്ചു. സെന്റ് ജോസഫ് കോളേജ് കരിമണ്ണൂര് ഒക്കെ പഠിപ്പിച്ചു. അങ്ങനെ പലയിടത്തും ഇങ്ങനെയായിട്ട് പാർട്ട് ടൈം ജോലിയും ചെയ്ത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ന്യൂമാൻ കോളേജിൽ പഠിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നെറ്റ് എഴുതി. എന്താണേലും 1-2 തവണ നെറ്റ് എഴുതി. കാരണം ഇവൻ ബാക്കി പഠനവും ബാക്കി കാര്യങ്ങളാകുമ്പോൾ സ്വന്തം പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ സമയക്കുറവായിരുന്നു. എന്താണേലും 1-2 തവണ നെറ്റ് എഴുതി ആൾക്ക് നെറ്റ് കിട്ടി. പലപ്പോഴും എന്നെ കാണുമായിരുന്നു, സാറേ 1 മാർക്കിന് പോയി, അല്ല 2 മാർക്കിന് പോയി, 1-2 തവണ പറഞ്ഞിട്ടുണ്ട്. എന്താണേലും പിന്നീട് പറഞ്ഞു നെറ്റ് പാസ്സായി. എന്താണ് നിർമ്മല SH തേവരയിൽ അപ്ലൈ ചെയ്തു. ഒരു റെക്കമെൻഡും ഇല്ല. ഞാൻ ജോലി കിട്ടിയതിന് ശേഷം എന്നോട് പറഞ്ഞു, സാറേ ഞാനിവിടെ കിട്ടുമെന്ന് ഓർത്ത് പ്രതീക്ഷിച്ചൊന്നും അപ്ലൈ ചെയ്തതല്ല. കാരണം എന്താണേലും അത്രയും വലിയ കോളേജല്ലേ, കേരളത്തിലെ നമ്പർ 1 കോളേജാണ്. ഞാൻ അവിടെ അതിന്റെ പുറകില് വലിയ കായലും സീനറി ഒക്കെ ഉണ്ട്. എന്താണേലും അപ്ലൈ ചെയ്തു. വേറെ ആൾ പറഞ്ഞു, എങ്ങനെയോ അപ്ലൈ ചെയ്തു. അവന്റെ ഇന്റർവ്യൂവിലെ പെർഫോമൻസ് വെച്ച് അവിടെ കിട്ടി. 2014 മുതൽ 2024 വരെ 10 കൊല്ലം കൊണ്ട് ആ കോളേജിന്റെ നെടുംതൂണായി മാറി. ആ കോളേജിന്റെ ഏറ്റവും വലിയ ഒരു നെടുംതൂണായിരുന്നു അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്. ജെയിംസിന്റെ വിയോഗത്തിൽ മാതൃഭൂമി ദിനപത്രം എഴുതി വരെ ഇങ്ങനെയാണ്: തേവരയുടെ ജെയിംസ്. നാഗപ്പുഴയായിരുന്നു വീട്. എൻ്റെ സ്കൂളിന്റെ അവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ നാഗപ്പുഴ പ്രശസ്തമായ പള്ളിയാണല്ലോ. നാഗപ്പുഴയിലായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അവന്റെ അടക്ക്. ജെയിംസിന്റെ വിയോഗത്തിൽ 10,000-കണക്കിന് ആളുകൾ ഹൃദയം നൊന്ത് കരഞ്ഞു. എന്തുകൊണ്ടായിരിക്കും? നാഗപ്പുഴ പള്ളി പ്രശസ്തമായ പള്ളിയാണ്. അവിടെ പെരുന്നാളിനൊക്കെ 10,000-ങ്ങൾ തടിച്ചുകൂടും. ഇതൊരു മരിച്ചടക്കിന് നാഗപ്പുഴ ഇന്ന് വരെ കാണാത്ത ഒരു മരിച്ചടക്കായിരുന്നു അവന്റെ വിയോഗത്തിൽ അവിടെ വന്നു ചേർന്നത്. അതിന്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ: അദ്ദേഹം ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ള നല്ലൊരു മനുഷ്യനായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ പഠിപ്പിച്ച സ്റ്റുഡൻസ് ആരോ വരച്ച ഒരു ഫോട്ടോയാണത്. ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ജെയിംസ്. ഒരു കർഷകനായിട്ട് വിത്ത് വിതയ്ക്കുന്ന പാടത്ത് സ്വന്തം ഏതാണ്ട് 1 ഏക്കർ, സാധാരണ ആൾക്കാര് നെൽപ്പാടം വിൽക്കുകയാണ്. പക്ഷെ ജെയിംസ് പിന്നീട് 1 ഏക്കർ സ്ഥലം കൂടെ മേടിച്ചു കൂട്ടുമായിരുന്നു. കാരണം അവനോട് കൃഷിയോട് അത്ര താല്പര്യമായിരുന്നു. അതുകൂടാതെ കേരളത്തിലെ അറിയപ്പെടുന്ന കൊമേഴ്സ് അധ്യാപകരിൽ ഒരാളാണ്. ഹയർ സെക്കൻഡറി അധ്യാപകരുടെയും ഇപ്പൊ ഞാൻ പഠിപ്പിച്ച എനിക്ക് അവൻ പിന്നീട് അധ്യാപകനായിരുന്നു. അവിടെ 10 ദിവസത്തെ ഒരു HSS TTP ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ 10 ദിവസം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തായിരുന്നു. അങ്ങനെ 2 ബാച്ച് അവിടെ നടന്നു കഴിഞ്ഞു. നേരെ ബഹുമുഖ പ്രതിഭയായിരുന്നു അതിനുള്ള തെളിവാണ് ഈ കാണുന്നതെല്ലാം. നേടിയ അറിവിന്റെ കാര്യത്തിലും പുതിയ അറിവ് ആർജിക്കുന്ന കഠിനാധ്വാനത്തിന്റെ കാര്യത്തിലും നേടിയ അറിവ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലും അവൻ മുൻപന്തിയിലായിരുന്നു. അതായത് അവന്റെ മരണത്തിന് പ്രത്യേകിച്ച് ഇപ്പൊ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് വടംവലിയുടെ ഇടയ്ക്കാണ് മരണം സംഭവിച്ചത്. പ്രത്യേകിച്ച് കാരണം തന്നെ അവന് പ്രത്യേകിച്ച് ഒരു അസുഖം ഇല്ല. ഈ ഉറക്കം കുറവ്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഔട്ട്പുട്ട് കൊടുക്കണ ഇൻപുട്ടിന് വേണ്ടിയിട്ട് ഉറക്കമില്ലാതെ ഉള്ള വലിയൊരു ലൈബ്രറി വീട്ടിലുണ്ട്. ദിവസം 3 പേപ്പർ വായിക്കാനുള്ള സമയം കണ്ടെത്തണം. ഇങ്ങനെയൊക്കെയാണല്ലോ അറിവ് നേടുന്നത്. അറിവ് നേടി അത് ആളുകളിലേക്ക് വിതരണം ചെയ്യുകയായിരുന്നു.
പകർന്നു കൊടുത്ത അറിവ്. അങ്ങനെയൊന്നും എല്ലാവരും ചെയ്യുന്നതല്ല, അത് നിസ്വാർത്ഥമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഈ 2024 പബ്ലിഷ് ചെയ്ത ബുക്കാണ് പേഴ്സണൽ ഫിനാൻസ് ആൻഡ് പ്ലാനിങ്. നിർമ്മല കോളേജിലെ സോണി സാറും ജെയിംസ് സാറും കൂടെ പബ്ലിഷ് ചെയ്തതാണ്. ഇത് കൂടാതെ വേറെ അവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകവും അവൻ തന്നെ എഴുതിയ പുസ്തകം. 4 പുസ്തകം കണ്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തു. ഇനി എത്രയോ പുസ്തകം പബ്ലിഷ് ചെയ്യേണ്ടതായിരുന്നു, അതെല്ലാം പകുതിക്ക് വെച്ച് നിന്നു. ദീപികയിൽ എഴുതിയതാണ്. മനോരമ ബഡ്ജറ്റ് കഴിഞ്ഞാൽ ബഡ്ജറ്റിനെ പറ്റി ഇന്ത്യൻ എക്സ്പ്രസിലോ പലയിടത്തും എഴുതും. നേരം പേപ്പറുകളിലൊക്കെ എഴുതിക്കൊണ്ടിരുന്നതാണ് ജെയിംസ് വി ജോർജ്. മനോരമ കോൺക്ലേവില് പങ്കെടുത്തതാണ്. ഇത് ആദ്യമേ നിൽക്കുന്നതാണ് സോണി സാറ്. ഇത് സനു സാറ്, തേവര കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. നേരെ ഇവരെല്ലാം മനോരമ കോൺക്ലേവിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ സാധാരണക്കാരെ വിളിക്കാമല്ലോ. മികച്ച കർഷകൻ നിൽക്കുന്നത് സലീം കുട്ടി എന്ന് പറഞ്ഞ ചേട്ടനാണ്. അതായത് തൊഴിൽ സോക്കർ ക്ലബിന്റെ, അദ്ദേഹത്തെ പറ്റിയൊക്കെയും പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. വളരെ അടുത്തറിയേണ്ട ഒരു വ്യക്തിത്വമാണ്. അന്നേരം ഇങ്ങനെയുള്ള സോക്കർ ക്ലബിനുള്ള അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ നിരവധി. നേരം ഇതെനിക്ക് വന്ന് മണക്കാട് ഒരു 5 ഏക്കർ സ്ഥലത്ത് ഇവരൊരു ഗ്രൂപ്പ് ഫാമിംഗ് നടത്തി. അവിടെ വിത്ത് വിതയ്ക്കാൻ വേണ്ടി വിത്ത് എടുത്ത് കൊടുക്കുന്നതാണ്. നേരം റബ്ബർ കൃഷി കൂടാതെ 1 ഏക്കറോളം നിലത്ത് സ്വന്തമായി നെൽകൃഷി ചെയ്തു. നേരം ജെയിംസിന്റെ ഭക്ഷണം അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് നെൽകൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന അരി കൊണ്ട് ഉള്ള പുട്ടൊക്കെ ആയിരിക്കും ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന പഴം. ഇതൊക്കെയായിരുന്നു അവന്റെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണവും. മികച്ച കർഷകനായിരുന്നു. ഈ നിൽക്കുന്ന ഇത് പ്രിൻസ് ചേട്ടൻ, അതിന്റെ തൊട്ടപ്പുറം സുനിൽ സാർ. ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ ഒരു വഴികാട്ടിയാ സത്യം പറഞ്ഞ. എക്സൈസിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് സുനിൽ സാർ. ഇതൊക്കെ പഞ്ചായത്ത് മെമ്പറോ വല്ലോ ആയിരിക്കാം. എന്താണേലും ഇതെല്ലാം വിത്ത് വിതയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കേസ്. കലാരംഗത്ത് ഇപ്പം തേവര കോളേജ് MG യൂണിവേഴ്സിറ്റിയിൽ 4 വർഷം തുടർച്ചയായിട്ട് ജേതാക്കളായെന്ന് പറഞ്ഞു. MG യൂണിവേഴ്സിറ്റിയിലാന്ന് ഓർക്കണം. അതിന്റെ പിന്നിലും ഈ ജെയിംസ് ആയിരുന്നു അതിന്റെ മെയിൻ ഒരു ആള്. കലാരംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ രംഗത്ത്, ഇതിപ്പോ കലാരംഗം. ഇത് കണ്ടോ, ഈ ലാസ്റ്റ് ഇരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ജെയിംസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടീസോ റിഹേഴ്സലോ ഒക്കെ ആയിരിക്കും. ഇത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവന്റെ വീടെന്ന് പറയുന്നത് നാഗപ്പുഴയാണ്, കോളേജ് എന്ന് പറയുന്നത് തേവരയാണ്. 65 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും സാധാരണക്കാരൊരു കോളേജിൽ ഒരു അഡ്മിഷൻ ജോലി കിട്ടിയാൽ ഉടനെ എറണാകുളത്തിന് സെറ്റിൽ ചെയ്യും. ഇവൻ പിറന്ന വീടിനെയും നാടിനെയും മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകാൻ റെഡിയല്ലായിരുന്നു. എത്ര താമസിച്ചാണേലും വീട്ടിൽ വരാതെ ഉറങ്ങല്ല, വീട്ടിൽ വന്നേ കിടക്കൂ. അത് പക്ഷെ ഇവർ യാത്ര ചെയ്യുന്ന 5 പേരെ ഒരുമിച്ചാണ്. 5 പേരെ അധ്യാപകർ ഈ വഴിക്ക് തന്നെ ഉണ്ട്. അന്നേരം ഇവര് ഒരു ദിവസം ഒരാൾ വാഹനം എടുക്കും, അടുത്ത ദിവസം വേറൊരാൾ വാഹനം എടുക്കും. ആ യാത്രയിൽ ഇവര് ഡിസ്കഷനാണ്. ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിടും, 5 പേരും കൂടെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ആ സമയം വിനിയോഗിക്കും. അങ്ങനെ ലാസ്റ്റ് പോയ വാഹനം ജെയിംസിന്റെ വാഹനത്തിലാ പോയത്. തിരിച്ച് ആ വാഹനവും വന്നില്ല. വാഹനം വേറെ ആൾ കൊണ്ടിട്ട് വന്നു. തേവര കോളേജിൽ ആ വാഹനം ഇട്ടിട്ട് ആ കർമ്മമണ്ഡലത്തിൽ തന്നെ അന്ത്യശ്വാസം വലിച്ചു. സംഘാടനം കോളേജിലെ ഒട്ടുമിക്ക പ്രോഗ്രാമുകളും കോർഡിനേറ്റ് ചെയ്യുന്ന ജെയിംസ് മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. 2 വർഷം മുന്നേ കൊമേഴ്സ് വിഭാഗം താണ്ഡവം എന്ന് പറഞ്ഞ പേരിൽ തേവര കോളേജിൽ വ്യത്യസ്തമായ നിരവധി പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാം പിന്നിൽ ഈ താണ്ഡവം എന്ന് പറഞ്ഞ കൊമേഴ്സ് ഫെസ്റ്റ്, അതും ഈ ജെയിംസ് ആയിരുന്നു അതിന്റെ പിന്നിൽ. സാമൂഹ്യ പ്രവർത്തനം, അതാണ് എടുത്തു പറയത്തക്ക വേറൊരു പ്രത്യേകത. സാമൂഹ്യ പ്രവർത്തനം ഇത് നടുക്ക് നിൽക്കുന്ന ജെയിംസ്, പഴയൊരു ഫോട്ടോയാണ്. ആദിവാസി കുടിയിലെ മൂപ്പനെ ആരെയാണ് കാണുന്നത്. കൂടെയുള്ളത് ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളാണ് സാജൻ സാർ. ഇടുക്കി ജില്ലയിലെ പിന്നോക്ക മേഖലയിൽ നിന്നും ആദിവാസി അടക്കമുള്ള, അത് ആ എക്സൈസിലെ സുനിൽ സാറിന്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ശരിക്കും ദേവികുളത്ത് അദ്ദേഹത്തിന് ചാർജ് കിട്ടിയപ്പോൾ ജനമൈത്രി എക്സൈസിന്റെ ഒരു പ്രവർത്തനം വഴി ആദിവാസി കുടിയിലെ സാധാരണയായിട്ട് എക്സൈസുകാർ ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ പിടിക്കുക, അല്ലെ എന്തെങ്കിലും ചാരായം മാറ്റുന്നതൊക്കെ പിടിക്കുക. പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം ചെയ്തത്. ഇത് ജെയിംസ് വേറിട്ട ഒരു നിലപാടെടുത്തു. സുനിൽ സാറിനോടൊപ്പം എക്സൈസിനോടൊപ്പം അവിടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്ത്, എന്താണേലും ഒരു മുതിർന്നവര് കൈവിട്ടു പോയെങ്കിൽ പോയി, ഇനി വരും തലമുറയെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തില് അവിടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തി. തൊടുപുഴയുള്ള സ്കൂളുകളിലും ഏതാണ്ട് 25ഓളം കുട്ടികൾ ഇപ്പൊ തൊഴിൽ പഠിക്കുന്നുണ്ട്.
അതുകൂടാതെ തേവര കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കേണ്ട ആ ലെവലിലുള്ളവരെ തേവര കോളേജിലോ നിർമ്മല കോളേജിലോ മറ്റ് എവിടെയാണേലും ഇപ്പൊ തേവര കോളേജിലെ ST കുട്ടികൾക്ക് പ്രത്യേക ഒരു പൈസയും കൊടുക്കണ്ട, അതിനുള്ള അവരെ സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടാണ് തേവര കോളേജ് എടുത്തിരിക്കുന്നത്. അതിന്റെയൊക്കെ പിന്നിൽ ഈ ജെയിംസിന്റെ പ്രവർത്തനം കാരണമാണ്, സാമൂഹിക പ്രവർത്തനം. ഈ ഇരിക്കുന്ന എക്സൈസിലെ സുനിൽ സാർ പറഞ്ഞ് അവര് NSSലെ തേവര കോളേജിലെ കുട്ടികളെ അവിടെ കൊണ്ടുപോകും. അവരുടെ പ്രവർത്തനം ആ ആദിവാസി കുടിയിലൊക്കെ പോയി താമസിച്ച് അവരെ പ്രൊമോട്ട് ചെയ്ത് നിരവധി കുട്ടികൾ ഒരു 2020 ആ പ്രവർത്തനം തുടങ്ങിയെന്ന, കോവിഡിന്റെ സമയത്ത് ആ പ്രവർത്തനം തുടങ്ങിയെന്ന എന്റെ അറിവ്. ഈ 4 വർഷം കൊണ്ട് തന്നെ നിരവധി പേരെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ഇവിടെയും നഷ്ടം വന്നേക്കുന്നത് ഈ ആദിവാസി കുടിയിലെ കുട്ടികൾക്കൊക്കെയാണ്. ജെയിംസ് പോയി, ഇനി അനീഷ് മോഹൻ സാർ പറഞ്ഞ പോലെ അദ്ദേഹം പോയെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. ആശയങ്ങൾക്ക് മരണമില്ല. അതിനാണ് ഈ ക്ലാസ് ഞാനിത് അവതരിപ്പിക്കുന്നു. നിരവധി മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മളെ പോലെയുള്ളവർക്ക് ഇദ്ദേഹത്തിന്റെ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യതയുണ്ട്. ഗോപിനാഥ് മുതുകാടുമായിട്ടൊക്കെ സഹകരിച്ച് അത്രയൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നറിയാവും. പ്ലീസ്. അന്നേരം ഇവിടെ നല്ല പാടത്തിന് മനോരമയ്ക്ക് തൊഴിൽ വന്നപ്പോൾ ഗോപിനാഥ് മുതുകാടിനെ എന്നെ പരിചയപ്പെടുത്തി. അതുപോലെ ഗോപിനാഥ് മുതുകാട് ഇദ്ദേഹത്തിന്റെ ഈ ഗ്രൂപ്പ് ഫാമിങ്ങിന്റെ സമയത്ത്, വിളവെടുക്കുന്നതിന് സമയത്ത് ഗോപിനാഥ് മുതുകാടാ വന്നത്. അന്നേരം സമൂഹത്തിലെ സന്തോഷ് ജോർജ് കുളങ്ങരയായിട്ട് കണക്ഷൻ ഉണ്ട്, ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇങ്ങനെ നിരവധി മേഖലയിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. ഇത് കണ്ടോ, ഈ ആദിവാസി കുടിയിലെ കുട്ടികളെ കൊണ്ടുവന്ന് മണക്കാട് ST ഹോസ്റ്റലില് കോവിഡിന്റെ സമയത്ത് മുടിവെട്ടാൻ സ്വന്തമായിട്ട് മുടിവെട്ടി കൊടുക്കുന്നതാണ്. ഇത് ആദിവാസി കുടിയിലേക്കുള്ള യാത്രയാണ്. ഇത് മരിക്കുന്നതിന് ഒരു 10 ദിവസം മുമ്പ് ഇവർക്ക് അഡ്മിഷൻ മേടിച്ചു കൊടുക്കുക മാത്രമല്ല, ലാസ്റ്റ് കൊടുത്തേക്കുന്നത് സ്കൂളില് അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി അവരെ വീണ്ടും അഡ്മിഷൻ മേടിച്ചു കൊടുത്ത പലരും അതോടുകൂടി ബന്ധം തീരും. ഇതല്ല, വീണ്ടും അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ PhD തന്നെ ഈ ആദിവാസി മേഖലയിലുള്ള കുട്ടികളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട പഠനമാണ്. പക്ഷെ അത് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല, കാരണം സ്വന്തം കാര്യം നോക്കാൻ സമയമില്ലായിരുന്നു. പലരും PhD പൂർത്തിയാക്കി മുന്നോട്ട് പോയി, പക്ഷെ അദ്ദേഹത്തിന്റെ വർക്ക് അവിടെ ഇട്ടു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം PhD എടുത്തോണ്ടിരുന്നാൽ, ഈ വർക്ക് ചെയ്തില്ലായിരുന്നാൽ നമ്മൾ ഡോക്ടർ ജെയിംസ് വി ജോർജ് എന്ന് മാത്രമേ കാണുള്ളായിരുന്നു. പക്ഷെ ഈ പ്രവർത്തനങ്ങൾ പറയാൻ ഇപ്പം നമ്മൾക്കിടെ മുന്നിൽ കാണില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ PhD അവിടെ ഇട്ടു, പൂർത്തീകരിച്ചില്ല, സമയം കിട്ടിയില്ല. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുക. ഇത് മരിക്കുന്നതിന് 15 ദിവസം മുമ്പ് എടുത്ത വീഡിയോ, ഫോട്ടോയാണ്. ക്ലാസ് റൂമിൽ കുട്ടികൾക്ക്, ST കുട്ടികൾക്ക്, ഇടമലക്കുടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന ST കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. വീൽ ചെയർ എന്റെ സ്കൂളിലും കഴിഞ്ഞ വർഷം നല്ല പാഠത്തിന്റെ ഇതിൽ ഉൾപ്പെടുത്തിയ ഒരു വീൽ ചെയർ ഞങ്ങൾക്കൊക്കെ നിരവധി ആശയങ്ങൾ തന്നുകൊണ്ടിരുന്ന ഈ ജെയിംസ് ആയിരുന്നു. അതായത് എന്നോട് NSSന്റെ കോർഡിനേറ്ററായിട്ട് ഞാൻ ഈ വർഷം ചാർജ് എടുത്തതേ ഉള്ളൂ. ധൈര്യമായിട്ട് എടുത്തോ സാറേ, നമുക്കത് അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. ഞാൻ പിന്നിലുണ്ട്, പക്ഷെ ഞങ്ങളെ വിട്ടുപോകും. പക്ഷെ നല്ല പാഠത്തിന്റെ കേസിൽ, ഒരു വീൽ ചെയർ മേടിക്കുന്ന കേസിൽ, അത് നല്ലൊരു പ്ലാൻ ഉണ്ട്. നല്ല പാഠത്തിന് പറ്റിയ ഒരു പരിപാടി, സ്കിപ്പ് എ മീൽ പരിപാടി അവതരിപ്പിക്കും. ഞാൻ എന്നെ സ്കിപ്പ് എ മീൽ പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ ആഹാരം ഉപേക്ഷിക്കാൻ കുട്ടികളോട് പറയുക. നിങ്ങൾ അത് ഒരു ഹോട്ടലിൽ പോയി കഴിച്ചാൽ എത്ര രൂപയാവും? ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചാൽ, അത് പലരും പറയുക ചിക്കൻ ബിരിയാണി കഴിക്കണം 150, വേറെ എന്തെങ്കിലും കഴിക്കണം 300, അല്ല ഊണ് കഴിക്കുകയാണ് 100. ആ രൂപ അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. ഒരു നേരത്തെ ഭക്ഷണം മാറ്റി വയ്ക്കുക, സ്കിപ്പ് എ മീൽ. അങ്ങനെ ഞങ്ങൾ സ്കിപ്പ് എ മീൽ പ്രോഗ്രാം അവതരിപ്പിച്ചു. അതുവഴി കിട്ടിയ പൈസ കൊണ്ട് ഒരു വീൽ ചെയർ മേടിച്ചു ഞങ്ങളുടെ സ്കൂളിൽ. അന്നേരം എന്നോട് പറഞ്ഞു, സാറേ ഈ വീൽ ചെയർ ഒന്നും അല്ല, എന്നോട് ആദ്യമേ പറഞ്ഞു ഈ വീൽ ചെയർ പോരാ, നമുക്ക് ഇതുപോലത്തെ വീൽ ചെയർ, ഈ ഫോട്ടോയിൽ കാണുന്ന കൂട്ടം എന്തോ ഇലക്ട്രിക്കൽ 80,000 രൂപയാവും. എന്നിട്ട് അപ്പോഴേ നമ്പർ തരുവാണ്. ഞാൻ തേവരക്കുള, ഈ അദ്ദേഹത്തിന്റെ ആണെന്ന് ഞാനിപ്പോ ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് ഓർക്കുന്നത്. തേവരക്കുളയിൽ ഇങ്ങനെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഇന്ന ആളെ വിളിച്ചാൽ അറിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തെ ആയിരിക്കണം വിളിച്ചിട്ടുണ്ട്. എനിക്ക് നമ്പർ തന്നു, വിളിച്ചു. പിന്നെ അതങ്ങോട്ട് നമ്മുടെ അവിടെ നടപ്പാകാൻ, സ്കൂളിലായതുകൊണ്ട് നടപ്പാകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്താണേലും മറ്റൊരു വീൽ ചെയർ മേടിച്ച് അതിപ്പോഴും അവിടെ കിടപ്പുണ്ട്, ഞങ്ങളുടെ സ്കൂളിൽ കിടപ്പുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക്, ആവശ്യക്കാർ വന്നാലും വെയിറ്റ് ചെയ്ത വീൽ ചെയർ അവിടെ ഉണ്ട്. സ്കിപ്പ് എ മീൽ പ്രോഗ്രാം ഈ വർഷം നടത്തണമെന്നാണ് വിചാരിക്കുന്നത്. നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന വെച്ചാൽ, കുഞ്ചാക്കോവൻ വന്ന് അദ്ദേഹവും കരഞ്ഞു പോയെന്നാ തോന്നുന്നത് ഈ കൊടുക്കുന്ന കണ്ടപ്പോൾ. കാരണം അത്രയ്ക്ക് നല്ല ഒരു പ്രോഗ്രാം ആയിരുന്നത്. ഞങ്ങൾക്ക് HSSTTP ക്ലാസ് എടുക്കുന്ന രംഗത്തായി അദ്ദേഹത്തിന് ഇതിപ്പം KV തോമസ് അവിടെ അന്ന് കയറി വന്നതാണ്.
അന്നേരം എല്ലാവരുമായിട്ട് കണക്ഷനാണ്. മൈലക്കൊമ്പിലെ മദർ ആൻഡ് ചൈൽഡ്, ഇതാ എനിക്ക് പറയാനുള്ള. ഈ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, മദർ ആൻഡ് ചൈൽഡ് ജെയിംസ് നമ്മുടെ അടുത്തുനിന്ന് പോയിട്ടുള്ളൂ. മദർ ആൻഡ് ചൈൽഡ് അവിടുത്തെ കുട്ടികളും ഇന്നും അവിടെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ, ഇവിടെ വേണമെന്നില്ല, തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ ചെയ്യുക. കാരണം ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, ഈ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങൾ ഒരിക്കലും ഹൃദ്യസ്ഥമാക്കാൻ കഴിയാതിരുന്ന ഇടമലക്കുടിയിലെ 10ാം ക്ലാസ്സുകാരൻ ചന്ദനകുമാറിനെ മഹാരാജാസ് കോളേജിലെ PG വിദ്യാർത്ഥിയാക്കിയത് നീയാണ്. ജെയിംസ് ചന്ദനകുമാർ കറതീർന്നൊരു സ്പോർട്സുകാരനുമായി. അങ്ങനെ നിരവധി പേരെ ഈ ജോഷി മദർ ആൻഡ് ചൈൽഡ് ജോഷിയേട്ടന് എഴുതിയേക്കുന്ന ഒരു കുറിപ്പിലെ ഞാനൊരു ഭാഗം എടുത്ത് വായിച്ചെന്നേ ഉള്ളൂ. അന്നേരം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ ചെയ്യുക. സലീംകുട്ടി അണ്ണൻ പറഞ്ഞൊരു കാര്യമാണ്. സലീംകുട്ടി എന്ന് പറഞ്ഞാൽ സോക്കർ ക്ലബിന്റെ ആള് പറയാറുണ്ട്. അന്നേരം ഇദ്ദേഹം, നമ്മൾ പല കുട്ടികളും സ്പോർട്സിൽ അഡ്മിഷൻ കിട്ടിയാൽ പിന്നെ ക്ലാസ്സിൽ കയറ്റമില്ല, സ്പോർട്സേ ശരണം, പഠനം അങ്ങോട്ട് വിടും. പക്ഷെ സംഭവിക്കാൻ പോകുന്നതിന് ഒരു മുന്നറിയിപ്പ് അദ്ദേഹം ഒന്ന് കൊടുക്കുക. കളിയോടൊപ്പം പഠനം കൊണ്ടുപോകാത്ത ആളുകൾക്ക് കളിക്കിടയ്ക്ക് ഒരു പരിക്ക് പറ്റിയാൽ അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത കാരണത്താൽ പിന്നീട് ഒരു ഉയർന്ന ജോലി കിട്ടാതെ പോകും. അങ്ങനെയുള്ള നിരവധി പേർ ഇന്ന് കേരളത്തിലുണ്ട്. സലീംകുട്ടിയണ്ണനും അങ്ങനെ എന്തോ സന്തോഷ് ട്രോഫി ക്ലബിലെ അംഗമായിരുന്ന എന്തോ പരിക്ക് പറ്റി. അദ്ദേഹം ഇപ്പൊ ഒരു ഹോട്ടലൊക്കെ നടത്തുവാണ്, ബിസിനസ്സിലേക്കാണ് മാറിയത്. അതിനാൽ കുട്ടികളെ നിങ്ങൾ കളിയോടൊപ്പം വിദ്യാഭ്യാസം കൂടി കൂട്ടുപിടിക്കണം. എങ്കിൽ നിങ്ങൾ ഉറപ്പായും ജീവിതത്തിൽ വിജയിക്കും, നിങ്ങൾ കൂടുതൽ സുരക്ഷിതരായിരിക്കും. അന്നേരം ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ വളരെ, അതൊക്കെ പല കുട്ടികളും അത് ഏറ്റെടുക്കുകയും ചെയ്യും. പഠനം മാത്രം, കളി മാത്രം പോരാ, സ്പോർട്സ് മാത്രം പോരാ, ഒപ്പം വിദ്യാഭ്യാസവും കൂടെ കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള മൂല്യമുള്ള നിരവധി ആശയങ്ങൾ, അത് ആശയങ്ങൾ കൊടുക്കുക മാത്രമല്ല, അത് കൊടുത്തിട്ട് അത് ഫോളോ അപ്പും ചെയ്യും. അതാണ് മുമ്പേ കണ്ട ക്ലാസ്. പ്രിയ ജെയിംസ്, എന്താ ഇത്ര നേരത്തെ പോയത്? അതിന് കാരണം ആർക്കും അറിയത്തില്ല. അതിന് കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഈ 38ാമത്തെ വയസ്സിൽ എന്തേ പോയത്? അദ്ദേഹം അന്ന് HSSTTPയിൽ പങ്കെടുത്തപ്പോൾ പരിസ്ഥിതിയെ സ്നേഹിക്കണം എന്നല്ല പറഞ്ഞത്. അദ്ദേഹം ഉദ്ഘാടനത്തിന്റെ സമയത്ത് തേവരക്കുളയെ കൊണ്ടുവന്ന ഒരു കൾച്ചറാണ്. എല്ലാവരും ഈ പറഞ്ഞ 500ന്റെ ബൊക്കയും ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കില്ല. അവിടെ ഒരു ചെടി നട്ടിട്ട്, ചെടി ഇത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ ഉദ്ഘാടനം ചെയ്തു തന്നു. അതൊരു പ്രത്യേക വെറൈറ്റി. ഞാനൊന്നും ആദ്യമായിട്ട് അങ്ങനെ കണ്ടത്. ഇത് ഇങ്ങനെ പരിസ്ഥിതി സൗഹൃദം. ഇത് കണ്ടോ, ബൊക്കെ അദ്ദേഹത്തിന് അന്ന് സ്വീകരിച്ചപ്പോൾ ആരോ കൊടുത്തത്. ഇങ്ങനത്തെ പുറത്തുനിന്നൊന്നും മേടിപ്പിക്കുകയല്ല, അവിടുന്ന് നല്ല ഇലയോ എന്തെങ്കിലും പറ്റി. അന്നേരം അങ്ങനത്തെ പരിസ്ഥിതി സൗഹാർദ്ദമായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാം. ഒരു ഉദ്ഘാടനത്തിന് വെള്ളം ഒഴിച്ചാൽ ഉദ്ഘാടനം ചെയ്യുന്നത്, ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിച്ച് ഉദ്ഘാടനം ചെയ്യുക. ഞങ്ങളുടെ പ്രോഗ്രാം അന്ന് അങ്ങനെ ഉദ്ഘാടനം ചെയ്തത്. ഇത് SH കോളേജ് തേവരയിലെ ഞങ്ങൾ 2022 ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത്. അന്ന് ഒരു 38 പേരാണ്. ആ 38 പേര് കേരളത്തിന്റെ വിവിധ ഭാഗം, കൂടുതലും വയനാട്, കാസർഗോഡ്, പാലക്കാട്, മലപ്പുറം മേഖലയാണ്. അവന്റെ മരിച്ചടക്കിന് ഒരു ഇതിൽ 20 പേരെടുത്തു വന്നു. 2 ബാച്ചിലും കൂടെ ഏതാണ്ട് 20 പേരോളം വന്നു. എന്തുകൊണ്ട് വന്നു? ഈ 10 ദിവസം കൊണ്ട് ഞങ്ങളുടെ എല്ലാം റോൾ മോഡലായിരുന്നു. അധ്യാപകൻ എന്ന നിലയിലെ റോൾ മോഡലായി ഈ 10 ദിവസം കൊണ്ട്. ഇതാണ് വിദ്യാഭ്യാസത്തെ പറ്റി അവന്റെ കാഴ്ചപ്പാട്. വിവരമുള്ളവനെ കണ്ടെത്തി പഠിപ്പിക്കുന്നതല്ല അധ്യാപക ധർമ്മം. ദിശാബോധമില്ലാത്തവരെ ബോധവാന്മാരാക്കി നേരിന്റെയും അറിവിന്റെയും പാത തെളിക്കുകയാണ് യഥാർത്ഥ അധ്യാപക ധർമ്മം. അദ്ദേഹം 2014 FBയിൽ പോസ്റ്റ് ചെയ്തു. എന്നോട് സ്കൂളിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇത് സാറേ, മനോരമയിലെയും മാതൃഭൂമിയിലെയും ഒക്കെ റിപ്പോർട്ടർമാരുടെ നമ്പർ ഒന്ന് സാറ് ഒന്ന് എഴുതി വെച്ചു. കാരണം അവരുടെ ആരെങ്കിലും ഒരു മരണക്കേസോ വല്ലതും വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ആരെങ്കിലും ഒക്കെ കാണുള്ളൂ. വലിയവന്മാരുടെ കാര്യം നോക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും. അതുകൊണ്ട് സാർ ആ നമ്പർ ഒന്ന് കുറിച്ച് വെച്ചു. ആ ഒരു കാഴ്ചപ്പാടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, പുറകിൽ നിൽക്കുന്നവരുടെ മാത്രമായിരുന്നു ശ്രദ്ധ. കാര്യം SH തേവരയുടെ അധ്യാപകനാണേലും താഴെക്കടയിലുള്ള അല്ലെ ദുർബല വിഭാഗങ്ങളിലായിരുന്നു ശ്രദ്ധ മുഴുവൻ. മരണത്തിന് ഏതാനും മിനിറ്റ് മുമ്പ് ഇതിന്റെ ഓണാഘോഷം, ഇതിന്റെ മരണത്തിലേക്ക് നയിച്ച വടംവലി ഉൾപ്പെടെ ഉള്ള മത്സരങ്ങളുടെ അതിന് സ്വാഗതം പറയുന്നതാണ്. ഒരു അരമണിക്കൂർ മുമ്പ്. 4-ന് മരണമെങ്കിൽ 3 മണിക്ക് ആയത് സംഭവം. എന്തുകൊണ്ട് ഇതാണ് വൈറലായ ഒരു വീഡിയോയിലെ കണ്ടന്റ് ഇതാണ്. അതായത് അവൻ പറഞ്ഞു സെമിത്തേരിയാണ് ഏറ്റവും സമ്പന്നമായ സ്ഥലം.
എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഈ ലക്ഷങ്ങളും കോടികളും പിടിച്ച് അല്ലെങ്കിൽ വലിയ വലിയ ആശയങ്ങളും വെച്ച് അല്ലെ മറ്റുള്ളവരെ സഹായിക്കാതെ അതെല്ലാം പിടിച്ചു വെച്ച് മരിച്ച് കിടക്കുന്ന സ്ഥലമാണ് സെമിത്തേരി. അവിടെ സമ്പന്നന്മാരുടെ സ്ഥലമാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മരിച്ചു കിടക്കുക, എല്ലാം കൊണ്ടും അവിടെ പോയി മരിച്ചു കിടക്കുക. പക്ഷേ ആ കുസാറ്റിലെ ഒരു അധ്യാപകൻ വന്നപ്പോൾ അദ്ദേഹം എന്തോ ഏഷ്യാനെറ്റിൽ പറഞ്ഞ ഒരു കാര്യത്തെ കോട്ട് ചെയ്ത് പറഞ്ഞതാണ് ജെയിംസ്. ശരിക്കും ആ ഒരു ആശയം അവതരിപ്പിച്ചേക്കുന്നത് മറ്റേ സാറാണ്. പക്ഷെ അദ്ദേഹത്തിലെ ആ ആശയമാണ് എനിക്ക് പ്രചോദിതമായതെന്ന് പറഞ്ഞുകൊണ്ട് HSSTTP 2ാമത്തെ ബാച്ചിൽ അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലത്ത് അതിന്റെ മാക്സിമത്തിൽ എല്ലാം ചെയ്യുക. എന്തൊക്കെയാ ഇവിടെ പറഞ്ഞേക്കുന്നത്? കൊടുക്കാൻ പറ്റും, എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ അത് അതിന്റെ മാക്സിമത്തിൽ കൊടുക്കണം. സ്നേഹിക്കാൻ പറ്റുമോ അത് അതിന്റെ മാക്സിമത്തിൽ. എത്രയോ വിദ്യാർത്ഥികളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നറിയാവോ? അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവരെ സ്നേഹിച്ച് അവരെ നേർവഴിക്ക് നയിച്ചു. അന്നേരം മാക്സിമത്തിൽ സ്നേഹിക്കുക. നമ്മൾ ശൂന്യരായി പിന്നെന്താ എന്തൊക്കെ കൊടുക്കാമോ അറിവ് മാക്സിമത്തിൽ കൊടുക്കുക, എല്ലാം മാക്സിമത്തിൽ കൊടുക്കുക. നമ്മൾ മരിക്കുന്നത് ശൂന്യമായിട്ട് മരിക്കണം. നമ്മൾ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് ശൂന്യമായിട്ട് വേണം മരിക്കാൻ. അന്നേരം ജെയിംസ് ഇപ്പൊ സിമിത്തേരിയിലേക്ക് പോയേക്കുന്നത് ശൂന്യമായിട്ടാണ്, ദരിദ്രനായിട്ടാണ് പോയേക്കുന്നത്. അതേസമയം വേറെ പലരും സിമിത്തേരിയിൽ കിടക്കുന്ന സമ്പന്നരായിട്ടാണ് കിടക്കുന്നത്. അന്നേരം ശൂന്യമായിട്ട് പോകണം. പകരാനുള്ള ചിന്തകൾ ബാക്കിയുണ്ടാകാൻ പാടില്ല, പറയാനുള്ള വാക്കുകൾ ബാക്കിയുണ്ടാകാൻ പാടില്ല. എല്ലാം ഈ 38 വയസ്സിനിടയ്ക്ക് പറഞ്ഞു തീർത്തെന്ന് വിചാരിക്കാം, അല്ലാതെ പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവസാനമായി 10 വർഷം വർക്ക് ചെയ്ത തേവര കോളേജിലേക്ക് അവസാന കാഴ്ചയ്ക്ക് വരുന്നത്. NSS, അവര് തേവര കോളേജിലെ NSS ആയിരുന്നു എടമലക്കുടിയിൽ പോയത്. അവര് അന്തിമോപചാരം അർപ്പിക്കുന്നത്. അവന് വേണ്ടി കാത്തു നിൽക്കുന്ന ലാസ്റ്റ്. ഇതാണ് അവന്റെ ഫാമിലി. 2 വയസ്സുള്ള ഒരു കൊച്ചാണുള്ളത്. ഈ കൊച്ച് വർഗീസ്, വൈഫ് ഇതാണ്, ന്യൂമാൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന 5 പേരും അവരുടെ ഫാമിലി അന്നത്തെ മീറ്റിങ്ങിന്, അന്നത്തെ അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക്, ഇപ്പൊ 2 വയസ്സേ ആയിട്ടുള്ള കൊച്ചിന് ആദ്യത്തെ ബർത്ത്ഡേക്ക് വന്നപ്പോൾ എടുത്തൊരു ഫോട്ടോ സനി സാർ ഷെയർ ചെയ്ത് തന്നതാണ്. ഭൂമിയിൽ നിനക്ക് ജന്മം നൽകിയ അത് മദർ ആൻഡ് ചൈൽഡിലെ ജോഷി ചേട്ടൻ എഴുതിയൊരു ഭാഗം ഞാൻ എടുത്തതാണ്. ഭൂമിയിൽ നിനക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ ഭാഗ്യപ്പെട്ടവർ, നിന്റെ കൂടെ പിറന്ന ജിനു ഭാഗ്യവാൻ, പ്രസുകാലമെങ്കിലും നിന്റെ ജീവൻ പങ്കുവച്ച സോനമോൾ ഭാഗ്യവതി, നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞു വർക്കിച്ചൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നോട് ഒരു വേളയെങ്കിലും സഹവസിച്ച ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവർ. ജെയിംസ്, സിനിമയിൽ നീ ഞങ്ങൾക്കൊരു ഓർമ്മയല്ല, മറിച്ചൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. വളരെ കുട്ടികൾ എഴുതിയ ഒരു കവിതയാണ് അദ്ദേഹത്തെ പറ്റി ഞാൻ പിന്നെ അയച്ചുതരാം. മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആർക്കും ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആര്യാകൃഷ്ണൻ എഴുതിയ ഒരു കവിതയാണ്. കവിത എന്ന് പറയുക എനിക്കറിയത്തില്ല, അദ്ദേഹത്തെ പറ്റി എഴുതിയതാണ്. ഇതാണ് എനിക്ക് ഒരു നല്ല മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ പറയാനുള്ളത്. 5:44 ഇനി ഞാൻ ഇത് ഉദ്ദേശിച്ച അനീഷ് മോഹൻ സാർ പറഞ്ഞത് വെച്ച് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മളിലൂടെ മുന്നോട്ട് പോകണം. അബ്ദുൽ കലാം മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്നും ജീവിക്കുന്നുണ്ട് ശക്തമായിട്ട്. അതുപോലെ നമ്മൾക്കിതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചർച്ച ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിച്ചാൽ നല്ലതായിട്ട് തോന്നുന്നു. താങ്ക് യു ബിനോയ് സർ. സാറ് വേറൊരു ടോപ്പിക് ഒക്കെയാണ് റെഡിയാക്കി വെച്ചിരുന്നത്, പിന്നീടാണ് സാർ ഇങ്ങനെ ചോദിച്ചത് ഈ ഒരു സബ്ജക്റ്റ് എടുത്താലോ. കാരണം ആള് പോയെങ്കിലും ആളുടെ ആശയങ്ങൾ ബാക്കി കിടക്കുകയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ബാക്കിയുള്ളവരുടെ ധർമ്മമാണ്. അനീഷ് സാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. നമ്മൾ തീർച്ചയായിട്ടും സാറെ, നമ്മൾ എല്ലാരും ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ സാറ് ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഫോട്ടോ ഇവിടെ വെക്കാൻ പറ്റും ചോദിച്ചാൽ എനിക്കും പറയാൻ പറ്റില്ല. എനിക്കും വെക്കാൻ പറ്റില്ല. അല്ല, ഇപ്പൊ സാറ് ചോദിച്ചല്ലോ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ വെക്കാൻ പറ്റുമോ. കാരണം
ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ സ്വാർത്ഥതയാണ് അല്ലേ? അതെ അതെ. അതല്ല, പക്ഷെ ഞാൻ ഇങ്ങനെ എന്റെ കൂടെ പഠിപ്പിച്ച ടോമി സാറുണ്ട്, എക്കണോമിക്സിന്റെ സാറേ, ഇന്നലെ വിളിച്ച വീണ്ടും പറയുക ചെയ്ത്, എടാ പലരെ പറ്റി മരിച്ചു കഴിയുമ്പോഴെങ്കിലും എന്തെങ്കിലും അവനൊരു അഹങ്കാരിയായിരുന്നു, എന്തെങ്കിലും ഒരു കുറ്റം പറയും. പക്ഷെ ഞാൻ 24 വർഷമായി ഈ ജെയിംസുമായിട്ട് പരിചയപ്പെട്ടിട്ട് ഇന്ന് വരെ ഒരു നെഗറ്റീവ് വാക്ക് ഞാൻ ആരിൽ നിന്നും കേട്ടിട്ടില്ല. അങ്ങനെ ജീവിക്കാൻ ആർക്കും പറ്റില്ല. ഒരു നെഗറ്റീവ് വാക്ക് പോലും, ഒരു സെന്റൻസ് പോലും. എന്നാൽ പോസിറ്റീവ് വാക്കുകൾ കേട്ടത് ലക്ഷക്കണക്കിന് വാക്കുകൾ കേട്ടിട്ടുണ്ട് വേണം പറയാം. നെഗറ്റീവ് ഒരെണ്ണം പോലും കേൾക്കാൻ പറ്റിയിട്ടില്ല. എത്ര ദ്രോഹം ചെയ്താലും മരിച്ചുപോയ ആളുകൾ പറയും പാവം എന്ന് പറയും. പക്ഷെ അതൊരു നിമിഷ നേരത്തേക്കുള്ള പറച്ചിലാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരു മാതൃകയായിട്ട് പോയിട്ടുള്ള ഒരാളാണ് ജെയിംസ് സാറ്. അതും ബിനോയ് സാറിന്റെ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ബിനോയ് സാറിന്റെ ഉള്ളിൽ എത്ര വിങ്ങൽ ഉണ്ടാവും എന്നുള്ളറിയാം. സാറിന്റെ ഓരോ റൈറ്റപ്പ് ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചതാണ്. കാരണം ആ ഓരോ വേർഡുകൾക്കും അത്രയും ഒരു ഡെപ്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി എനിക്ക്. അപ്പൊ എന്തായാലും ഒരുപാട് പേർക്ക് ഇവിടെ അഭിപ്രായങ്ങൾ പറയാനുണ്ട്. 6 മണി വരെയാണ് നമ്മുടെ ഫീഡ്ബാക്കിന്റെ സമയം. ബിനോയ് സാറെ, ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു സാറ് ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് നമുക്ക് മുന്നിൽ പറഞ്ഞു തന്നതിൽ. കാരണം ഇതാണ് നമ്മൾ കേൾക്കേണ്ടത്. സാറ് പറഞ്ഞമാതിരി, അബ്ദുൽ കലാം സാറ് പറഞ്ഞമാതിരി വളരെ സിമ്പിളായിട്ട് ജീവിച്ച മനുഷ്യനാണ്. സ്വന്തം ഫാമിലി, കുടുംബത്തിനും കൂടെ ഡൽഹി പോയാലും കൂടെ അവരുടെ റൂമിന്റെ ചാർജ് എല്ലാം പറയണം, അത് ഞാൻ അടയ്ക്കും എന്ന് പറഞ്ഞ ആളാണ്. അത്രയും വലിയൊരു പദവിയിൽ ഇരുന്നിട്ടും അത് ദുരുപയോഗം ചെയ്യാതെ മുന്നോട്ട് പോയ മനുഷ്യനാണ്. അപ്പൊ ജെയിംസ് കാര്യം ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞാലും ആർഭാടം ഇല്ലാത്ത വ്യക്തിയായിരുന്നു എന്ന് വിചാരിച്ച് ഈ കുട്ടികളുടെ ഫീസ് അടയ്ക്കുന്ന കാര്യത്തിൽ പൈസ ഇല്ലാതെ എടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ മടിയും ഇല്ലായിരുന്നു. അല്ലാതെ ദുർച്ചെലവ് ഒന്നുമില്ല, ലാവിഷ് അല്ലതാനും. പക്ഷെ ഇങ്ങനത്തെ കാര്യത്തിൽ ലുപ്തത ഇല്ലായിരുന്നാലും, ആൾക്കാരെ സഹായിക്കുന്ന കാര്യത്തിൽ ലുപ്തത ഇല്ലായിരുന്നാലും. പാരന്റ്സ് ആയിട്ട് റോൾ മോഡൽ ആണെന്ന് പറഞ്ഞ ഒരു റിയൽ റോൾ മോഡൽ ആയിട്ടുള്ള ടീച്ചറായിരുന്നു ജെയിംസ് എന്ന് മനസ്സിലായി. ഒരുപാട് നമുക്ക് ഓർക്കാം. സാറിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഫീഡ്ബാക്കിലേക്ക് കിടക്കാം. ജോസ് സാറേ, ജോസ് തോമസ് സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. വിനോയ് സാറേ, സാറേ ഞാൻ ഈ ജെയിംസ് സാറിനെ കുറിച്ച് ഇപ്പൊ ഞങ്ങളുടെ ഒരു അറിവെന്ന് പറയുന്നത്, ഈ ഇങ്ങനെ ഒരു പത്രത്തില് ഇതുപോലെ തന്നെ വടംവലി കഴിഞ്ഞു അദ്ദേഹം മരിച്ചുപോയി എന്നുള്ള ഒരു വാർത്ത മാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ അന്ന് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് സാർ അദ്ദേഹത്തെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എത്രമാത്രം വലിയൊരു മനുഷ്യ സ്നേഹിയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. സാർ അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് സാർ അത് വിശദീകരിച്ചു കഴിഞ്ഞു. ഞാനിപ്പോ അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു നല്ല ടീച്ചർ എങ്ങനെ ആയിരിക്കണം, ഒരു നല്ല മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പെസിമിസ്റ്റ്, അതുപോലെ തന്നെ ഒപ്റ്റിമിസ്റ്റ്, റിയലിസ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഈ അമേരിക്കൻ മോട്ടിവേഷണൽ റൈറ്റർ ആയിട്ടുള്ള വില്യം ആർതർ വാർഡ് എന്ന് പറയുന്ന ഒരാൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലെ 2-3 സെന്റൻസ് മാത്രം ഒന്ന് വായിക്കാം എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട്. ഒരു നല്ല മനുഷ്യന് എന്തായിരിക്കും? ഗ്രേറ്റ്നെസ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ പൊസഷൻസ്, പവർ, പൊസിഷൻ ഓർ പ്രസ്റ്റീജ്. ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ഇൻ ഗുഡ്നെസ്, ഹ്യൂമിലിറ്റി, സർവീസ് ആൻഡ് ക്യാരക്ടർ. പുള്ളി പറയാണ് ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം. അത് വളരെ വിദഗ്ധനായ, വളരെ പ്രശസ്തനായ ഒരു അമേരിക്കൻ മോട്ടിവേഷണൽ റൈറ്ററാണ്. അധ്യാപകരെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അധ്യാപകരെ കുറിച്ച്, ദ mediocre teacher tells, the good teacher explains, the superior teacher demonstrates, the great teacher inspires. ഇങ്ങനെ ടീച്ചറെ കുറിച്ച് പുള്ളി പറയുന്നത്. ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം, ആരാണ് ഇൻസ്പയർ ചെയ്യുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ടീച്ചർമാരിൽ ഒരാളാണ് ജെയിംസ് സാർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ദ പെസിമിസ്റ്റ് കംപ്ലൈൻസ് അബൌട്ട് ദ വിൻഡ്. കപ്പലോടിക്കുമ്പോൾ പെസിമിസ്റ്റ് കാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അയ്യോ, കാറ്റ് പ്രശ്നമാണ്. ദ ഒപ്റ്റിമിസ്റ്റ് എക്സ്പെക്ട്സ് ഇറ്റ് ടു ചേഞ്ച്. അത് മാറും 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 എന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ ദ റിയലിസ്റ്റ് അഡ്ജസ്റ്റ് ദ സെയിൽസ്. കാറ്റുണ്ടെങ്കിലും അതിനൊപ്പം ഈ കപ്പൽ ഓടിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിലുള്ള സെയിലർ എന്ന് പറയും. അപ്പൊ അങ്ങനെ കപ്പൽ ഓടിക്കാൻ വിദഗ്ധനായിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറേ, ഒത്തിരി സന്തോഷം. താങ്ക് യു. Good morning all.
മരിച്ചുപോയ ജെയിംസ് സാറിനെ പറ്റി മുമ്പ് ജോസ് സാർ പറഞ്ഞതുപോലെ പത്രത്തിൽ ഇങ്ങനെ വായിച്ചു. തേവര കോളേജ് അറിയാം, നാഗപ്പുഴ അറിയാം, തൊടുപുഴ അറിയാം, അറിയാവുന്ന സ്ഥലത്തുള്ളൊരു അധ്യാപകനാണെന്ന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. ഏതായാലും വിശദമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു. ഈ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യരും നമ്മുടെ ഇടയിൽ നിന്ന് വേർപെട്ടു പോകുന്നുണ്ടെങ്കിലും അവർ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അവരവരുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന സത്കർമ്മങ്ങൾ, ഇപ്പൊ നമ്മൾ അബ്ദുൽ കലാമിന്റെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ അല്ലെങ്കിൽ ജീവിത കാലഘട്ടങ്ങളിൽ കാഴ്ചവെച്ചിരിക്കുന്ന സത്പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലും ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ അകത്ത് നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സമൂഹത്തിന് ചെയ്ത് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പോലെ പ്രകൃതിയോടുള്ള സ്നേഹം. പ്രകൃതിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ വരും തലമുറയെ സ്നേഹിക്കുക എന്നുള്ളത്. പ്രകൃതിയെ നമ്മൾ മലിനപ്പെടുത്താതെയും അതുപോലെ പ്രകൃതി അതിന്റെ ആ പവിത്രതയിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇനി വരും തലമുറയ്ക്ക് നമ്മൾ അനുഭവിച്ച സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല. ഒരു കണ്ടിന്യൂവിറ്റി അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂവേഷൻ ഓഫ് ദി റിസോഴ്സസ് അവൈലബിൾ വിത്ത് us ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. അതിനൊരു പ്രത്യേക ഒരു വാക്കുണ്ടാവും, എനിക്ക് കിട്ടുന്നില്ലത്. അങ്ങനെ അത് മാത്രമല്ല, കൃഷിയോടുള്ള സ്നേഹം, അധ്യാപനത്തോടുള്ള സ്നേഹം. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ നടന്ന വഴികളിൽ നിർമ്മല കോളേജിൽ ഞാനും 2 വർഷം പഠിച്ചിരുന്നു. 84 മുതൽ 86 വരെ MSc പഠിച്ചിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പാഠങ്ങൾ. ഏതായാലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. വളരെ വിശദമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത ബിനോയ് ജോർജ് സാറിന് പ്രത്യേകമായിട്ട് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. താങ്ക് യു ജോസ് സാറ്. ഷമീർ സാറ് കൈവർത്തിക്കുന്നു. ഷമീർ സാർ. ബിനോയ് സാർ, വളരെ മനോഹരമായിരുന്നു ക്ലാസ്. നമ്മള് ചെവി കൊണ്ടല്ല കേട്ടത്, ഹൃദയം കൊണ്ടാണ് കേട്ടത്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കായിരുന്നു ക്ലാസ്. വളരെ ടച്ചിങ് ആയിരുന്നു. ഒരു അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം എന്ന് പുതുതലമുറക്ക് മനസ്സിലാവുന്ന ഒരു ജീവിതമായിരുന്നു മരണപ്പെട്ടുപോയ സാറിൻ്റെ എന്നാണ് മനസ്സിലാക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് അധ്യാപകരെ പറ്റി കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അധ്യാപകരും പഴയ അധ്യാപകരും നമ്മൾ താരതമ്യം ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. പക്ഷെ ഇത് വളരെ നല്ലൊരു ഉദാഹരണമാണ്. പ്രസക്തമായ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചരിത്രങ്ങൾ വായിക്കാനും പഠിക്കാനും ഉള്ളതാണ് എന്നതാണ് നമ്മുടെ തെറ്റിദ്ധാരണ. ചരിത്രങ്ങൾ ശരിക്കും വായിക്കാനും പഠിക്കാനും മാത്രമുള്ളതല്ല, ആവർത്തിക്കപ്പെടാനുള്ളതാണ്. പക്ഷെ അത് ആരിലൂടെ ആവർത്തിക്കപ്പെടും എന്നുള്ളതാണ് ചോദ്യം. അതിന് നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഒരുപാട് മഹാന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവ ആവർത്തിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഇൻസ്പിറേഷനാണ്. അങ്ങനത്തെ ചരിത്രങ്ങൾ നമ്മളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള നമ്മുടെ മക്കളിലൂടെയൊക്കെ ആവർത്തിക്കപ്പെടേണ്ടതാണ്. ഇനിയുള്ള കാലങ്ങളിൽ പഠിക്കേണ്ടുന്ന ചരിത്രം നമ്മുടെ ചരിത്രങ്ങളായിരിക്കണം. എന്നും പഴയകാലത്തിലെ ആളുകളുടെ ചരിത്രങ്ങളല്ല. പുതു ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ എത്ര പേര് അതിന് തയ്യാറുണ്ടെന്ന് ഉള്ളതാണ് ഇതിൽ പ്രസക്തമായ ചോദ്യവും പ്രസക്തമായ ഒരു ചോദ്യം. ഏതായാലും വളരെ മനോഹരമായിരുന്നു സാറേ ക്ലാസ്. സന്തോഷം. പിന്നെ എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രിയ ശിഷ്യനെ, ഒരു പ്രിയ സുഹൃത്തിനെ, ഒരു പ്രിയ ഗുരുവിനെ ഇതിൽ കൂടുതൽ ഹൃദ്യമായ ഒരു ട്രിബ്യൂട്ട് കൊടുക്കാനില്ലെന്നാണ് എനിക്ക് സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായത്. എത്ര വൈകാരികമായിട്ട്, എത്ര ഹൃദയകാരിയായിട്ട് ഒരു മനുഷ്യനെ നമുക്ക് പരിചയപ്പെടുത്തി. സമർത്ഥമായ സുവിശേഷങ്ങളുടെ ഒരു ലോകത്ത് ഈ ജെയിംസ് സാറ് ഒരുപാട് കൃത്യമായ ക്രിസ്തു ദർശനം ഉൾക്കൊണ്ട ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തൻ്റെ ജീവിതത്തിൽ കൂടെ ക്രിസ്തു ദർശനം സമൂഹത്തിന് പകർന്നു കൊടുത്ത ഒരു വലിയ മനുഷ്യനാണെന്ന് പരിചയപ്പെടാൻ സാധിച്ചു. പേപ്പറിൽ കൂടെ ന്യൂസ് വായിച്ചപ്പോൾ അതൊരു ന്യൂസിൻ്റെ വാല്യൂ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇന്ന് സാറ് വളരെ ഹൃദയം കൊണ്ട് സംവേദിച്ചപ്പോൾ നമുക്കും ഒരു തിരിഞ്ഞോട്ടത്തിൻ്റെ ആവശ്യമുണ്ട്. ഒരു നല്ല മനുഷ്യനാകാനുള്ള എല്ലാ സാധ്യതകളെയും ജെയിംസ് നമുക്ക് തുറന്നു കാട്ടിത്തരുന്നു. അത് പറയാറുണ്ട്, എത്ര കാലം ജീവിച്ചു എന്നല്ല, നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒന്ന് ചെറിയൊരു അടയാളപ്പെടുത്തലുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
ആ ജീവിതം ധന്യമായി എന്ന് നമ്മൾ ഈ ചവരമ പ്രസംഗത്തിലൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ കൃത്യമായി അടയാളപ്പെടും. കാരണം നമ്മൾ മരിക്കുമ്പോൾ ഏതെങ്കിലും കണ്ണുകോണുകളിൽ നിന്ന് എവിടെങ്കിലും ഈറമണിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി എന്നും പറയാറുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ജെയിംസ് കടന്നു പോകുന്നത്. ഇത് നമുക്ക് വലിയൊരു ചിന്തയാണ് തുറന്നു തരുന്നത്. സാറ് പറഞ്ഞതുപോലെ ജോഷി സാറിനെയൊക്കെ ഞാൻ 2016 ഒരു പ്രോഗ്രാമിന് മുമ്പ് പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അന്ന് ഞാൻ ആ പ്രോഗ്രാമിന്റെ കൾച്ചറൽ പ്രോഗ്രാം മൊത്തം നടത്തിയത് സാറിന്റെ കുട്ടികളായിരുന്നു. യുവജനോത്സവത്തിലൊക്കെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച കുട്ടികൾ. അത് ഡഫ് ആൻഡ് ഡബ്ബായിട്ടുള്ള കുട്ടികൾ സംഘനൃത്തം ചെയ്യുന്നത് മറ്റേ പ്രോംറ്ററെ വെച്ചിട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മളൊക്കെ അവിടെ ഇരുന്ന എല്ലാ ആൾക്കാരും കണ്ണീരണിഞ്ഞു. അദ്ദേഹം ചെയ്യുന്ന ഒരു സേവനം, നിസ്വാർത്ഥമായ സേവനം. അപ്പോൾ ഒരു സേവനത്തിന്റെ പാതയിൽ നമ്മളെ സാധ്യതകൾ ഏറെയുണ്ട്. ചെറുതും വലുതുമായ സേവനങ്ങൾ ഈ ലോകത്തിൽ ഒത്തിരി മനുഷ്യത്വപരമായ അടയാളപ്പെടുത്തൽ ഉണ്ടാക്കി പോകാൻ കഴിയുന്നത്. ഞാൻ ഒരു 4 വരി കവിതയും കൂടെ ഈ അവസരത്തിൽ ഒന്ന് ചൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെയുണ്ടെന്ന് ഞാനെന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാനെന്നറിയിക്കുവാൻ മനോഹരമായൊരു തൂവൽ താഴെ ഇട്ടാൽ മാത്രം മതി. ഇനിയും ഉണ്ടാകുമെന്നതിന് തെളിവായി അടയിരുന്നതിന് ചൂട് മാത്രം മതി. ലളിതമെന്ന കവിതയാണ്, രാമേന്ദ്രന്റെ കവിത, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കൃത്യമായ കൂവലുകൾ കൊണ്ടും മനോഹരമായ അല്ലെങ്കിൽ യാഥാർത്ഥ്യപൂർണമായ പ്രവർത്തനങ്ങളുടെ തൂവലുകൾ കൊണ്ടും ഒത്തിരി പേർക്ക് ചൂട് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിതത്തെ കരുപിടിപ്പിക്കാനുള്ള ചൂട് കൊടുത്തുകൊണ്ടുമാണ് ജെയിംസ് സാർ കടന്നു പോയിരിക്കുന്നത്. ആ സാറിൻ്റെ മനോഹരമായ ഹ്രസ്വമായ ജീവിതം നമുക്കെല്ലാം മാതൃകയാകട്ടെ. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മനുഷ്യരാകാൻ ഈ പ്രഭാതത്തിൽ നമുക്കും ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ ചുറ്റുപാടുകളിൽ ചെറുതും വലുതുമായ അടയാളപ്പെടുത്തലുകൾ നമുക്കും നടത്താം. നമ്മൾ ഈ ലോകം വിട്ടുപോകുമ്പോൾ ശൂന്യരായിട്ട് പോകുവാനുള്ള വലിയൊരു സന്ദേശം ബിനോയ് സാർ തരുന്നുണ്ട്. അത് മാത്രമല്ല, ആരുടെയെങ്കിലുമൊക്കെ കൺകോണുകൾ ഈറനണിയുവാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ, നിങ്ങളുടെ മരണം കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. താങ്ക് യു സോ മച്ച് ബിനോയ് സാർ. ഈ ദിവസം വലിയ എമ്പതിയുടെ, അനുകമ്പയുടെ, കരുണയുടെ, ദീർഘവീക്ഷണത്തിന്റെ, മനുഷ്യത്വത്തിന്റെ ഒരു ദിവസമായി അടയാളപ്പെടുത്തിയതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു ബിജു സാറെ. ഇപ്പൊ എനിക്കിപ്പോ ബിജു സാർ പറഞ്ഞപ്പോ ഓർമ്മ വന്നത് ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്നുള്ള റോബിൻ ശർമ്മയുടെ ബുക്കില് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളാണ് ജെയിംസ് സാർ എന്നുള്ളതാണ്. താങ്ക് യു ബിജു സാർ. ഹുസൈൻ സാർ, മൈക്കൽ സാറെ ലാസ്റ്റ് സാറ് ഫീഡ്ബാക്ക് പറഞ്ഞു അതിന്റെ പേര്. ഹുസൈൻ സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറെ. തിരക്കുണ്ടോ? കൂടി പറയണോ? മൈക്കൽ സാർ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞോളാം സാർ. അഭിനവ് സാറേ, കുറെ കാലമായി കണ്ടിട്ട്. സാറ് ഇടയ്ക്ക് ഇതിൽ വരണം. സാറിന്റെ മുമ്പത്തെ ക്ലാസ്സൊക്കെ എന്തായിരുന്നു അറിയാം, ഗംഭീരായിരുന്നു. വരാതായിട്ട് കീപ്പോട്ടായോ? ഞാൻ പറഞ്ഞില്ല, വരാതിരുന്നപ്പോ ശീലമായി പോയി. ഇന്ന് പ്രേംചന്ദിന്റെ ഒരു ലേഖനമുണ്ട്, ബച്ചര ബലാത്മി, പാവം നല്ല മനുഷ്യൻ. വിനോദ് സാറ് പറഞ്ഞ മോഡലില് എല്ലാവരും നന്നാവാൻ പാടില്ല, എല്ലാവരുടെ ഇടയിലും എല്ലാവരും നന്നായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും സാഹചര്യം കിട്ടുകയാണെങ്കിൽ ബച്ചര ബലാത്മി ഒന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. സാറെ കണ്ടന്റ് ആയിട്ട് വളരെ വിഭിന്നമായ ഒരു വേറെ മേഖലയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഈ പുസ്തകം. അതാവട്ടെ സമീർ സാർ പറഞ്ഞ രൂപത്തില് ഞാൻ ചരിത്രം രചിക്കണം, നമ്മുടെ കുറിച്ചുള്ള ഒരു ചരിത്രം പിൻതലമുറകളോ അല്ലെങ്കിൽ ഞാൻ ജീവിക്കുമ്പോൾ തന്നെ ആരെങ്കിലും വായിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മെക്കുറിച്ചും മറ്റുള്ളവർ വായിക്കുമ്പോൾ ആ തലത്തിലേക്ക് നമുക്ക് എന്തുകൊണ്ട് ഉയർന്നുകൂടാ എന്നുള്ള ഒരു ചിന്ത കൂടി. ഈ സാറ് പറഞ്ഞ വ്യക്തിയെ ഞാൻ വാർത്തയിലൊന്നും കേട്ടിട്ടില്ല. അതാവട്ടെ ഒരു മനുഷ്യനെ കുറിച്ച് ഇത്രത്തോളം പോയിട്ട് പറയാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ മുൻകഴിഞ്ഞ ജീവിത ശൈലികളായിരുന്നു എന്നുള്ളത് അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിനും നമുക്കും സമാധാനമായ ജീവിതം ഉണ്ടാവട്ടെ. വിനോയ് സാറ് വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ജോസഫ് തോമസ് സാർ ഇടയ്ക്കൊന്ന് കൈ നോക്കിയോ? ഇല്ല, അത് തെറ്റിപ്പോയി. ഓക്കെ സാറേ. അപ്പൊ മൈക്കിൾ സാറെ ഓക്കെ. Good morning all.
സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. LIB-യില് വരാത്തതൊരു ശീലമാക്കി വരുന്നതൊരു ശീലമാക്കിയവരാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നു. അപ്പൊ ഇന്ന് യഥാർത്ഥത്തിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആകുന്നത് അങ്ങനെയുള്ള ലൈഫ് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോഴും കൂടിയാണ്. നമ്മളിപ്പോൾ ഒരുപാട് ആശയങ്ങൾ ഒക്കെ ഇവിടെ എല്ലാ ദിവസവും ഞങ്ങൾ ചർച്ച ചെയ്യും. പക്ഷെ ആശയങ്ങളുടെ ഒരു പ്രവർത്തന പന്ഥാവ് ഒരു വ്യക്തിയെ സാർ ഇവിടെ നിന്ന് കാണിച്ചു തന്നു. സാറിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ എഴുതിയതും ഒക്കെ ഗ്രൂപ്പിൽ എല്ലാം ഞാൻ വായിക്കുകയും ഇതിനോട് ഫോളോ ചെയ്യുകയും ചെയ്തുകൊണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. പിന്നെ കല്ലാനിക്കൽ സ്കൂളല്ലേ സാറേ? ഏതായാലും എനിക്ക് ഇപ്പൊ ഇതിനകത്തുനിന്ന് ഒരു നമ്മുടെ സഹപ്രവർത്തകരുടെ ഇനിയുള്ള ക്ലാസ്സുകളിലാണെങ്കിലും സാറിനെ പോലുള്ള NSS-ലൊക്കെ ആണ് പറയണമെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം, പറയുന്ന പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ഹെൽത്ത് കോച്ചസ് ആകാനും കൂടെ ആളുകളെ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യം ഇതിനകത്തൊന്ന് കണ്ടെത്തുവാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കേട്ടിട്ടുണ്ട്, താൻ ചെറുത്ത് മീൻ പിടിക്കരുത് എന്നൊക്കെ ഒരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് നമുക്കിങ്ങനെ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കാൻ എളുപ്പമാണ്. പക്ഷെ പ്രവൃത്തി പദത്തിൽ എത്തുമ്പം ചില ആൾക്കാർ ഇങ്ങനെയാണ്, തന്നെ മറന്ന് അങ്ങോട്ട് ഇറങ്ങും. ആ ഒരു സ്വഭാവമാണ് ഈ സാറിനെ കാണുന്നത്. അതുപോലെ ഞാൻ ഒരു നല്ല വ്യക്തിത്വങ്ങളെ കണ്ടെത്തി അപ്പോയിന്റ് ചെയ്യുന്നതിൽ CMI സഭയുടെ മാനേജ്മെന്റിന്റെ ഒരു പ്രസക്തിയും കൂടി ഞാൻ കാണും. പൊതുവെ എല്ലാവരും ആക്ഷേപം ഉന്നയിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവർ നല്ല ആളുകളെ അവിടെ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പിന്നെ നോക്കാറില്ല. അതിങ്ങനെ കൊടുക്കുന്നതും ഈ സാറിന്റെ അവിടുത്തെ കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഞാനും വർക്ക് ചെയ്തൊരു മാനേജ്മെന്റ് ആയിട്ട് മനസ്സിലത് പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. ഈ ചർച്ചയിലെ ആ ഒരു കോൺസെപ്റ്റ് എന്തായാലും ഇദ്ദേഹം കടന്നു പോകാനായിട്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ചില ചിത്രങ്ങൾ കോറിയിടാൻ വേണ്ടി തന്നെ വന്ന പോലെ നമുക്ക് തോന്നുവാണ്. ഇതുവരെയും ജീവിക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. സാറിന്റെ ഒരു അവതരണം എന്ന് പറയുന്നത് സാറിന്റെ ഹൃദയത്തിൽ പറക്കിയെടുത്തതായിരുന്നു. ഒരു സാറിന് മണിക്കൂറുകൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ടാവുമെന്ന് എനിക്കറിയാം. ശിഷ്യനുള്ള സുഹൃത്തുന്നുള്ള ഗുരുവിനൊക്കെ. എന്തായാലും ഇന്നിപ്പോ ഈ ക്ലാസ് സാറുടെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്തതിന് നന്ദി. ലൈബ്രറിയിലേക്ക് തിരക്കുണ്ടെന്ന് അറിയാം. തിരക്കുള്ളവർക്ക് അത്ര എളുപ്പമല്ല കടന്നു പറയാം. എങ്കിലും നോക്കോടേക്ക് കാണിക്കുക. നമ്മുടെ ഒരു സൗഹൃദം എന്താ പറയുക ഊട്ടി ഉറപ്പിക്കാൻ എപ്പോഴും കാണുന്നത് നല്ലതല്ലേ? ഓക്കെ സാറേ, എല്ലാവർക്കും നന്ദി കേട്ടോ. ഒരു കാര്യം കൂടെ, അദ്ദേഹം മണ്ഡലം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. കോതമംഗലം രൂപതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത നിരവധി വർക്കുകൾ അദ്ദേഹം അതിന്റെ ഉന്നതാധികാര സമിതിയിലെല്ലാം ഉണ്ടായിരുന്നു. കോതമംഗലം രൂപതയിൽ ബിഷപ്പ് വന്നപ്പോ പറഞ്ഞു, ഏതാണ്ട് 100 വർഷം കൊണ്ട് ജീവിക്കേണ്ടത് 38 വർഷം കൊണ്ട് ജീവിച്ച് അത്രയും ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു.
അദ്ദേഹത്തിന് ഞാൻ 2001 ആ ജോലിക്ക് പ്രവേശിച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ 2001 മുതൽ 1 ഞാൻ ചെന്നപ്പോൾ അവൻ അവിടുത്തെ +1 വിദ്യാർത്ഥിയായിരുന്നു.